ചേച്ചിയുടെ ഒരു പരിചയക്കാരനാ. എന്തോ കമ്മിറ്റ്മെന്റിന്റെ പേരിലാണെന്നാ പറഞ്ഞത്. നീ അയാളെ കണ്ടിട്ടില്ലേ? നിനക്കറിയോ ആരാണെന്ന്? ഞാൻ കണ്ടിട്ടുണ്ട് ഏട്ടത്തി. എനിക്ക് നല്ലപോലെ അറിയുകയും ചെയ്യാം. പക്ഷേ അത് പോട്ടെ. നിനക്കറിയാവുന്ന ആളായിട്ടും നീ എന്താ അത് ഒരു തരത്തിലും വേണ്ടെന്ന് പറയുന്നേ? അവനൊരു ക്രിമിനലാ ഏട്ടത്തി. വെറും ക്രിമിനൽ ഒന്നും അല്ല, നൊട്ടോറിയസ് ക്രിമിനൽ. അങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെയാണോ ഞാൻ ജീവിത അവസാനം വരെ ജീവിക്കേണ്ടത്? എന്റെ ചേച്ചി ഇത് എന്ത് കണ്ടിട്ടാണെന്നൊന്നും എനിക്കറിയില്ല. എന്റെ ജീവിതത്തെക്കുറിച്ചോ എന്റെ സന്തോഷത്തെക്കുറിച്ചോ ഒന്നും ആലോചിക്കുന്നത് പോലും ഇല്ലെന്നുള്ളതാ സത്യം. ചേച്ചിക്ക് ചേച്ചിയുടെ വാശിയാ വലുത്. അതിൽ എന്റെ ജീവിതം എങ്ങനെ പോയാലും ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാനൊരു ബാധ്യതയായി തോന്നിയിട്ടുണ്ടാവും. എനിക്കറിയാം ചേച്ചിയുടെ കെയർ ഓഫിലാ എന്റെ ഇവിടുത്തെ ജീവിതം. അതൊക്കെ മറന്ന് പലപ്പോഴും ഞാൻ നിങ്ങളോടൊക്കെ പെരുമാറിയിട്ടുണ്ട്. അതിനൊക്കെയുള്ള ശിക്ഷയായിട്ട് എനിക്കിതിനെ കാണാൻ പറ്റില്ല ഏട്ടത്തി. ഞാൻ നിങ്ങളെയൊക്കെ വിഷമിപ്പിച്ചതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാം. അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ ഇങ്ങനൊരു ശിക്ഷ തലയിൽ വാങ്ങാൻ വയ്യ ഏട്ടത്തി. എന്റെ ജീവിതം ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സന്ദീപ് പറഞ്ഞതനുസരിച്ച് ഏട്ടത്തിയ എന്റെ ആകെയുള്ളൊരു പ്രതീക്ഷ. അതും കൂടി നഷ്ടപ്പെടുമെന്ന് വന്നാ അനക്ക് ഈ ജീവിതം അവസാനിപ്പിക്കും. അല്ലാതെ എന്റെ ചേച്ചിയുടെ വാശിയുടെ മുന്നിൽ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല. അനക്കെ, ആദ്യം ഇത്തരം ചിന്തകള് നീ നിന്റെ മനസ്സിൽ നിന്ന് കളയേ. ആലോചന വന്നതല്ലേ ഉള്ളൂ. അങ്ങനെ നിന്നെ ആരെങ്കിലും വന്ന് കെട്ടിക്കൊണ്ടങ്ങ് പോവോ? അതും നിനക്ക് താല്പര്യമില്ലാതെ? അതെ, ഇനി എന്തെല്ലാം കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു? അവന്തികേട്ടത്തി ഇങ്ങനൊരു പ്രപ്പോസൽ ആലോചിച്ചെന്നല്ലേ ഉള്ളൂ. രഹസ്യമായിട്ട് നടത്താനൊന്നും സാധിക്കില്ലല്ലോ. ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞാ നീ അത് കേൾക്കൂ. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നീ എനിക്കറിയരുത്. കരഞ്ഞാ അതിനർത്ഥം നീ പരാജയപ്പെട്ടു എന്നാ. നിന്റെ കണ്ണീര് ഞങ്ങളെ കൂടി തളർത്തുള്ളൂ മോളെ. നീ എന്നോട് സഹായം ചോദിച്ചത് ഈ വിവാഹം ഞാൻ മുടക്കുമെന്ന് നിനക്ക് കുറച്ചെങ്കിലും ഉറപ്പുള്ളതുകൊണ്ടല്ലേ? എന്നാ ആ ഉറപ്പ് നീ അങ്ങനെ തന്നെ സൂക്ഷിക്കുക. ഈ വിവാഹം നടക്കില്ല.